ഹലോ, ദിസ് ഇസ് മുഹമ്മദ് അബ്ദുറാവ്. സോ എല്ലാ കുട്ടികൾക്കും ലോ പേപ്പർ എഴുതുന്നതിന് മുമ്പ് ഒരു ഡൗട്ട് വരുന്നതാണ് ഏത് വേർഷൻസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. സോ ബേസിക്കലി വി ഹാവ് ടു വേർഷൻസ്. വി ഹാവ് ബോത്ത് ഇംഗ്ലീഷ് ആസ് വെൽ ആസ് ഗ്ലോബൽ വേരിയൻറ്റ്. സോ ബിഫോർ ടോക്കിംഗ് അബൌട്ട് ദിസ് പേപ്പർ ഈ പറയുന്ന ഡിഫറൻസിനെ പറ്റിയിട്ട് നമുക്കൊന്ന് പറയാം. സോ ആദ്യമായിട്ട് നമ്മൾ ഇംഗ്ലീഷ് വേരിയൻറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇംഗ്ലീഷ് വേരിയൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ വരുമ്പോൾ കൂടുതൽ UK റിലേറ്റഡ് ആയിട്ടുള്ള ലോസിനെ കുറിച്ചാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. UK റിലേറ്റഡ് ആയിട്ട് വരുന്ന കോൺട്രാക്റ്റിൻ്റെ കേസും അതുപോലെ തന്നെ ഇംഗ്ലീഷ് സോഴ്സസ് ഓഫ് ലോസ് ആണ് ഫസ്റ്റ് പാർട്ട് ഓഫ് ദി സിലബസ് നമ്മൾ സംസാരിക്കുന്നത്. വെരസ് നമ്മൾ ഗ്ലോബൽ വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് ഗ്ലോബൽ വേരിയൻറ്റ് ഒന്നുകൂടിയും ഇൻ്റർനാഷണൽ എക്സ്പോഷേഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. വിൽ ബി ടോക്കിംഗ് അബൌട്ട് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ സച്ച് എസ് യുണൈറ്റഡ് നേഷൻസ് ആൻഡ് ഓൾസോ ICA, ICC പോലെയുള്ള ഡിഫറെൻറ്റ് ഓർഗനൈസേഷനെ പറ്റി നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കും. അപ്പോൾ ഇവിടെ മേജറായിട്ടുള്ള ഡിഫറൻസ് നമ്മൾ വരുന്ന ഒരു കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതായത് ഇംഗ്ലീഷിൻ്റെ കേസിൽ നമ്മൾ UK റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ഗ്ലോബൽ വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സോ നോ മാറ്റർ വിച്ച് യു ചൂസ്, ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് മേജർ ആയിട്ടുള്ള ഡിഫറൻസ് വരുന്നത്. വെരസ് വെൻ ഇറ്റ് കംസ് ടു ദി സെക്കൻഡ് പാർട്ട് ഓഫ് ദി സിലബസ് ഏകദേശം കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് രണ്ടിലും ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ കമ്പനീസ് ലോസിൻ്റെ കാര്യങ്ങൾ ഡെപ്തായിട്ട് രണ്ടിലും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വി ആർ ടോക്കിംഗ് അബൌട്ട് ഇൻസോൾവൻസി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. സോ മേജർ ആയിട്ടുള്ള ഡിസ്റ്റിങ്ഷൻ ഈ രണ്ട് വേർഷൻസിലും ക്രിയേറ്റഡ് ആവുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഓഫ് ദി സിലബസിലാണ്. വെൻ ഇറ്റ് കംസ് ടു ദി സെക്കൻഡ് ഹാഫ് ഓഫ് സിലബസ് രണ്ടും ഏകദേശം സെയിം ആയിട്ടുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്ത് പോവുക. ഇനി ഒരു ക്വസ്റ്റ്യൻ, ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്? അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റിങ്ഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിലയിരുത്തേണ്ട ഒരു കാര്യം, എവിടെയാണ് നിങ്ങൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത്, എവിടെയാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നതാണ്. സോ ഇഫ് യു ആർ എ പേഴ്സൺ ഒരു സ്റ്റുഡൻറ്റ് ട്രൈങ് ടു സെറ്റിൽ ഇൻ UK, അവിടെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ പഠിക്കുന്നത്, ഇംഗ്ലീഷ് ലീഗൽ സിസ്റ്റത്തിലും അതുപോലെ ഇംഗ്ലീഷ് വേർഷനിലും പഠിക്കുന്നുണ്ടാവുക. സോ അവിടെ സെറ്റിൽ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ എന്ത് ചൂസ് ചെയ്യുക? ഇംഗ്ലീഷ് വേർഷൻ ചൂസ് ചെയ്യുക. വെരസ് നമ്മൾ ഒന്നുകൂടി ഫ്ലെക്സിബിളായിട്ട് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനെ കുറിച്ചൊക്കെ പഠിക്കുന്നത് നമ്മൾ പറഞ്ഞു ഗ്ലോബൽ വേരിയൻറ്റിലാണ്. സോ ഒന്നുകൂടി ഇൻ്റർനാഷണൽ എക്സ്പോഷർ ഉള്ള ഒരു സിലബസ് ഗ്ലോബൽ വേരിയൻറ്റിലുള്ളത് കൊണ്ട് അപ്പാർട്ട് ഫ്രം ദ സ്റ്റുഡൻസ് ദാറ്റ് വി മെൻഷൻ ഏർലിയർ, ഈ പറയുന്ന സ്റ്റുഡൻസ് എല്ലാം ഏത് ചൂസ് ചെയ്യുക? ഗ്ലോബൽ വേരിയൻറ്റ് ചൂസ് ചെയ്യുക. ഇനി നിങ്ങൾ ഏത് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ എക്സാം സ്ട്രക്ചർ സിമിലർ ആണ്. ദാറ്റ് ഈസ് നമ്മൾക്ക് അറിയുന്ന പോലെ തന്നെ നമുക്കറിയാം നോളജ് ലെവൽ പേപ്പേഴ്സിനെ സെക്ഷൻ A, സെക്ഷൻ B ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ലോ പേപ്പർ സ്കില്ലിലാണെങ്കിലും നമുക്ക് സെക്ഷൻ C ഇല്ല, സെക്ഷൻ Aയും Bയും മാത്രമേ ഉള്ളൂ. സെക്ഷൻ Aൻ്റെ കേസ് പറയുമ്പോൾ സെക്ഷൻ A വിൽ ബി ആസ്ക് ഫോർ 70 മാർക്സ്, വേറെ സെക്ഷൻ B വിൽ ബി ആസ്ക് ഫോർ 30 മാർക്സ്. പിന്നെ പാസ് പെർസെൻറ്റേജ് പറയുന്ന സമയത്ത് നമുക്കറിയാം വൺ ഓഫ് ദി മോസ്റ്റ് ഈസിയസ്റ്റ് പേപ്പറാണ് ലോ. അതിപ്പോൾ ഗ്ലോബൽ വേരിയൻ്റ് ആവട്ടെ ഇംഗ്ലീഷ് വേർഷൻ ആവട്ടെ രണ്ടും ഏകദേശം സിമിലർ ആയിട്ടുള്ള പാസ് റേറ്റുള്ള പേപ്പറാണ്. So the only distinction that you should make while choosing this paper is that what is your ultimate outcome, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് സെറ്റിൽ ആവേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾ മേജറായിട്ട് ഏത് ചൂസ് ചെയ്യണം എന്നതിൽ നിങ്ങൾ നോക്കേണ്ട ഒരു ഫാക്ടർ. സോ that's regarding the thing that you should consider before choosing the variant of law paper. Thank you.